ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോഴായാലും എഴുതുമ്പോഴായാലും ചിലപ്പോഴൊക്കെ ചില വാക്കുകൾ തമ്മിൽ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട്. ആ വാക്കാണോ വേണ്ടത്, അതല്ലെങ്കിൽ ഈ വാക്കാണോ വേണ്ടത് എന്നൊക്കെ. അങ്ങനെ ചില പെയേഴ്സ് ഓഫ് വേർഡ്സ് ഉണ്ട്, കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന വേർഡ്സ്. അത് കുട്ടികൾക്ക് എക്സാം എഴുതുമ്പോഴായാലും നമുക്ക് സംസാരിക്കുമ്പോഴായാലും ഒക്കെ വളരെ ആവശ്യമാണ്. അത് ഏതാണ് കറക്റ്റായ വേർഡ് എന്നറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ ലെസണിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന പെയേഴ്സ് ഓഫ് വേർഡ്സ് ആണ്. ഒരു 10 പെയേഴ്സാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സക്സസ് ആൻഡ് സക്സീഡ്. സക്സസ് എന്ന് പറയുന്നത് വിജയം, അത് ഒരു നൗൺ ഫോമാണ്. സക്സീഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു വേർബ് ഫോം ആണ്, വിജയിക്കുക. ഇപ്പോൾ 2 സെൻറ്റൻസ് ഞാൻ പറയാം. ആ സെൻറ്റൻസിൽ ഏത് വാക്കാണ് കറക്റ്റായി വേണ്ടത് എന്ന് പറയുക. ഹൗ ക്യാൻ ഐ ബ്ലാങ്ക്. അവിടെ സക്സസ് ആണോ സക്സീഡ് ആണോ വേണ്ടത്? ഹൗ ക്യാൻ ഐ സക്സീഡ്, കാരണം അത് വേർബ് ആണ്. എങ്ങനെയാണ് എനിക്ക് വിജയിക്കാൻ പറ്റുന്നത്? ഹൗ ക്യാൻ ഐ അച്ചീവ് ബ്ലാങ്ക്. എങ്ങനെയാണ് എനിക്ക് വിജയം നേടാനാവുന്നത് എന്നാണ് അവിടെ വേണ്ടത്. വിജയം നേടാനാവുന്നത്, അപ്പോൾ അവിടെ നൗൺ ഫോമാണ് വേണ്ടത്. ഹൗ ക്യാൻ ഐ അച്ചീവ് സക്സസ്. അടുത്ത പെയർ ഓഫ് വേർഡ്സ് അഫക്റ്റ് ആൻഡ് എഫക്റ്റ്. ഈ 2 വാക്കുകളും തമ്മിൽ ഒരു സ്പെല്ലിങ്ങിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ ഫസ്റ്റ്, പക്ഷേ രണ്ടും തമ്മിൽ വളരെ ഡിഫറൻ്റ് ആണ്. അഫക്റ്റ് എന്ന് പറഞ്ഞാൽ ബാധിക്കുക, ടു ഇൻഫ്ലുവൻസ് എന്നൊക്കെയാണ് മീനിങ്. അതേസമയം എഫക്റ്റ് എന്ന് പറഞ്ഞാൽ പ്രഭാവം, റിസൾട്ട് എന്നൊക്കെയാണ്. അഫക്റ്റ് എന്നത് വേർബായിട്ടാണ് ഉപയോഗിക്കുന്നത്, അതേസമയം എഫക്റ്റ് എന്നത് നൗൺ ആയിട്ടും ഉപയോഗിക്കുന്നു. സ്മോക്കിംഗ് ബ്ലാങ്ക് ഹിസ് ഹെൽത്ത്. സ്മോക്കിംഗ് അവൻ്റെ ആരോഗ്യത്തെ ബാധിച്ചു എന്നാണ് വേണ്ടത്. അപ്പോൾ സ്മോക്കിംഗ് അഫക്റ്റഡ്. സ്മോക്കിംഗ് ഹാഡ് എ ബാഡ് ബ്ലാങ്ക് ഓൺ ഹിം. സ്മോക്കിംഗ് പുകവലി അവനിൽ വല്ലാത്ത ഒരു റിസൾട്ട് ഉണ്ടാക്കി എന്നാണ്, വല്ലാത്ത ഒരു പ്രഭാവം ഉണ്ടാക്കി എന്നാണ് അവിടെ വേണ്ടത്. സ്മോക്കിംഗ് ഹാഡ് എ ബാഡ് എഫക്റ്റ് ഓൺ ഹിം എന്നാണ് വേണ്ടത്. അഡ്വൈസ് ആൻഡ് അഡ്വൈസ്. ഇതിൽ എസ് ഇ എന്ന് അവസാനിക്കുന്നത് ഒരു വേർബിൻ്റെ ഫോമിലാണ് ഉപയോഗിക്കുന്നത്, ഉപദേശിക്കുക. അതേസമയം അഡ്വൈസ് എന്ന് പറയുമ്പോൾ ഉപദേശം നൗൺ ഫോം ആയിട്ട് ഉപയോഗിക്കുന്നു. അപ്പോൾ ഒരു സെൻറ്റൻസിൽ അത് ഉപയോഗിക്കുമ്പോൾ അത് കറക്റ്റായിട്ട് തന്നെ ഉപയോഗിക്കണം. കുഡ് യു ഗിവ് മീ സം ബ്ലാങ്ക്. നിങ്ങൾക്ക് എനിക്ക് കുറച്ച് ഉപദേശം തരാൻ പറ്റുമോ എന്നാണ്. കുഡ് യു ഗിവ് മീ സം അഡ്വൈസ്. CE ആണ് അവിടെ വേണ്ടത്. അഡ്വൈസ് എന്നത് ഒരു അൺകൗണ്ടബിൾ നൗൺ ആണ്, അതുകൊണ്ട് തന്നെ അഡ്വൈസസ് എന്ന് പറയാൻ പറ്റില്ല. അടുത്ത സെൻറ്റൻസ് കുഡ് യു ബ്ലാങ്ക് മീ. നിങ്ങൾക്ക് എന്നെ ഉപദേശിക്കാൻ പറ്റുമോ എന്നാണ്. കുഡ് യു അഡ്വൈസ് മീ. അവിടെ വേർബാണ് വേണ്ടത്. ആദ്യത്തെ സെൻറ്റൻസിൽ നൗൺ ആണ് വേണ്ടത്, രണ്ടാമത്തെ സെൻറ്റൻസിൽ വേണ്ടത് വേർബാണ്. നിങ്ങൾക്കെന്നെ ഉപദേശിക്കാൻ പറ്റുമോ എന്നല്ലേ, ഉപദേശിക്കുക എന്ന ഒരു വേർബാണ് അവിടെ വേണ്ടത്. ചൂസ് ആൻഡ് ചോയ്സ്. ചൂസ് എന്ന് പറയുന്നത് വേർബാണ്, തിരഞ്ഞെടുക്കുക. അതേസമയം ചോയ്സ് എന്ന് പറയുമ്പോൾ തിരഞ്ഞെടുക്കൽ അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് എന്നൊക്കെയാണ്. വി വിൽ ബ്ലാങ്ക് ദ ന്യൂ പ്രൈം മിനിസ്റ്റർ. നമ്മൾ പുതിയ പ്രൈം മിനിസ്റ്ററിനെ തിരഞ്ഞെടുക്കും എന്നാണ്. അപ്പോൾ അവിടെ വേണ്ടത് വേർബ് ആണ്. ചൂസ് എന്നതാണ് വേർബ്, തിരഞ്ഞെടുക്കുക. ഹി വാസ് അവർ ഫസ്റ്റ് ബ്ലാങ്ക്. അവിടെ ചൂസ് ആണോ ചോയ്സ് ആണോ വേണ്ടത്? ഹി വാസ് അവർ ഫസ്റ്റ് ചോയ്സ്, ആദ്യത്തെ ചോയ്സ്. നമ്മുടെ അവിടെ നൗൺ ഫോമാണ് വേണ്ടത്. ഹി വാസ് അവർ ഫസ്റ്റ് ചോയ്സ്. നെക്സ്റ്റ് പെയർ ഓഫ് വേർഡ്സ് എമിഗ്രേറ്റ് ആൻഡ് ഇമിഗ്രേറ്റ്. ഇതും വളരെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു 2 വേർഡ്സ് ആണ്. കാരണം പലരും ഇത് റോങ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇത് രണ്ടും വേർബ് ഫോംസ് തന്നെയാണ്. എമിഗ്രേറ്റ് എന്ന് പറഞ്ഞാലും ഇമിഗ്രേറ്റ് എന്ന് പറഞ്ഞാലും വേർബ് തന്നെയാണ്.
പക്ഷേ എമിഗ്രേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഹോം കൺട്രിയിൽ നിന്ന് നമ്മൾ താമസിക്കുന്ന കൺട്രിയിൽ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് വേറൊരു കൺട്രിയിലേക്ക് പോവുക എന്നാണ്, അങ്ങോട്ട് പോവുക എന്നാണ്. അതാണ് എമിഗ്രേറ്റ്. ഇമിഗ്രേറ്റ് എന്ന് പറയുന്നത് ഒരു കൺട്രിയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നതിനെയാണ്. യു ഇമിഗ്രേറ്റ് ടു എ പ്ലേസ്, യു എമിഗ്രേറ്റ് ഫ്രം സംവെയർ എൽസ്. അതാണ് ഡിഫറൻസ്. അപ്പോൾ 2 സെൻറ്റൻസ് പറയാം, അതിലേതാണ് കറക്റ്റ് എന്ന് പറയുക. ദേ ബ്ലാങ്ക് ടു കാനഡ. ടു ആണ്, ടു കാനഡ. ദേ ഇമിഗ്രേറ്റഡ്, ദേ ഇമിഗ്രേറ്റഡ് ടു കാനഡ. അടുത്ത സെൻറ്റൻസ്, ദേ ബ്ലാങ്ക് ഫ്രം മെക്സിക്കോ. ദേ എമിഗ്രേറ്റഡ് ഫ്രം മെക്സിക്കോ. ദേ എമിഗ്രേറ്റഡ് ഫ്രം മെക്സിക്കോ. അപ്പോൾ ഇന്നത്തെ ഈ പെയർ ഓഫ് വേർഡ്സ് കൺഫ്യൂഷൻ മാറിയിട്ടുണ്ടാവും എന്ന് കരുതുന്നു.